അസ്സലാമലൈക്കും നമസ്കാരം. ഞാൻ മജീദാണ്. ഞാനിന്ന് രണ്ട് മെസ്സേജ് പറയാനാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒന്നാമത്തത്, ഞാൻ എൻ്റെ ബൈക്കിന് ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ബൈക്കിന് ഞാൻ റിന്യൂവൽ എടുത്തു. ചില ആൾക്കാർക്ക് ഉണ്ട് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂൾ മുഖേനുള്ള റിന്യൂവൽ എടുക്കാൻ പറ്റുകയെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ അത് അങ്ങനെയൊന്നുമില്ല. ഡ്രൈവിംഗ് സ്കൂൾ മുഖേന എടുക്കുക, നമുക്ക് നേരിട്ടും പോയി എടുക്കുക. ഞാൻ ചെയ്തത്, ഞാൻ കരുവാരക്കുണ്ട് അക്ഷയ് പോയി കണ്ട് ആദ്യം അതിൻ്റെ ടാക്സ് അടച്ചു. പിന്നെ ഞാൻ എൻ്റെ വണ്ടി ക്ലിയർ ആക്കി. ഇപ്പോൾ ഇതിൽ കാണില്ല, ഞാൻ വണ്ടി ക്ലിയർ ആക്കി. എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് റിന്യൂവൽ എടുത്തുകൊണ്ട് ഞാൻ ഇന്നലെ നിലമ്പൂർ RTO ഓഫീസ് കൊണ്ടുപോയിക്കാണ്ട് റിന്യൂവൽ എടുത്തുകൊണ്ടൊക്കെ സെറ്റായി. ഇനി രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ എൻ്റെ വീട്ടിലേക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ പോസ്റ്റ്മാന് അതിൻ്റെ പുതിയ RC കോപ്പി കൊണ്ടുവരും. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ, ഞാൻ അവിടുത്തെ RTO ഓഫീസറെ നമ്പർ മേടിച്ചതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഞാൻ ഒരു കൊല്ലം മുന്നേ എനിക്ക് കെട്ടിട നിർമ്മാണ മേഖലയിൽ തേപ്പിൻ്റെ വർക്കാണ്. അതിന് വേണ്ടി ഞാൻ മുഖ്യമന്ത്രി സാറിനെ പോയി കണ്ടിരുന്നു. പിന്നെ ഞങ്ങളവിടുത്തെ പാലത്തിന് വേണ്ടി തന്നെ ഞാൻ മുഖ്യമന്ത്രി സാറിനെ പോയി കണ്ടിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഈ റിന്യൂവൽ എടുക്കാൻ വേണ്ടി ഞാൻ നിലമ്പൂർക്ക് ഞാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ലാൻഡ് ഫോണിൽ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റണില്ല. അതിൽ ഞാൻ നേരെ മുഖ്യമന്ത്രിൻ്റെ പരാതി ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിലമ്പൂർ RTO ഓഫീസിലേക്ക് ഫോം വിളിച്ചിട്ട് കിട്ടണില്ലായിരുന്നു. അപ്പോൾ ആദ്യം പോലും പറഞ്ഞു അതൊന്നും ഇങ്ങോട്ടല്ല വിളിച്ചതെന്ന് പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു, ഇത് മുഖ്യമന്ത്രിയുടെ പരാതി ഓഫീസല്ലേ ചോദിച്ചു. ആറുന്നു. അപ്പോൾ ഇവിടെ അല്ലാതെ ഞാൻ എവിടെ ഞാൻ പരാതി ഞാൻ ചെയ്യുക ചോദിച്ചു. അപ്പോൾ അവർ വേറൊരു സെക്രട്ടറി അടുത്ത് വേറൊരു ലാൻഡ് ഫോൺ നമ്പർ തന്നുകൊണ്ട് പറഞ്ഞു അതിക്ക് വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ആ നമ്പർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ വില്ലേജ് എവിടെ വെച്ചു. അപ്പോൾ അവർ എൻ്റെ വില്ലേജ് കരുവാരക്കുണ്ടാണ് പറഞ്ഞു. എന്നാലും കരുവാരക്കുണ്ടക്ക് വിളിച്ചാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങളെ RTO അവിടെ നിലമ്പൂരത്ത് ഏതെങ്കിലും ഒരു ഓഫീസറെ നമ്പർ തരും പറഞ്ഞു. അങ്ങനെ ഞാൻ കരുവാരക്കുണ്ട് വില്ലേജിലേക്ക് വിളിച്ചിട്ടാണ് എനിക്ക് നിലമ്പൂർ RTO ഓഫീസറെ, അവിടുത്തെ ഒരു മെയിൻ ഓഫീസറെ അദ്ദേഹത്തിൻ്റെ നമ്പർ വാട്സപ്പ് നമ്പറിന് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ കാണുന്ന ബൈക്ക് ഞാൻ റിന്യൂവൽ എടുക്കാൻ എനിക്ക് അത്രയും പെട്ടെന്ന് ഒരു സൗകര്യം ഉണ്ടായത്. ആ നമ്പർ കിട്ടിയ ആ RTO ഓഫീസർ ആൾ സൂപ്പറാണ്, അത്രയും സൂപ്പറാണ്. എന്നെ എല്ലാത്തിനും മൂപ്പരാണ് സപ്പോർട്ട് ചെയ്തത്. അവിടെ ചെന്നേക്കനൊക്കെ ശരിയാക്കിയാണ് എനിക്ക് എൻ്റെ വണ്ടിൻ്റെ റിന്യൂവലൊക്കെ പെട്ടെന്ന് അയാൾ അദ്ദേഹം എനിക്ക് ശരിയാക്കി തന്നു. അത്രയും സൂപ്പർ RTO ഓഫീസറാണ് നിലമ്പൂരത്തെ ഞാൻ പരിചയപ്പെട്ട ഓഫീസർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഒരു കാര്യം പറയാനും മറന്നുപോയി, കയ്യിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി ഇഷ്ടംമാതിരി ഉണ്ടാവും. അവരുടെ വാഹനം എന്ന് വെച്ചാൽ റിന്യൂവലിന് വയ്ക്കും. അപ്പോൾ എങ്ങനെ ഇത് റിന്യൂവൽ എടുക്കുക, എവിടുന്ന പൈസ എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ കേൾക്കാനാണ്, നമ്മൾ ഇതേമാതിരി നേരിട്ട് നമ്മൾ റിന്യൂവൽ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുറേ പൈസൻ്റെ ആദായം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏജന്റുമാരെ ഏൽപ്പിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് അവരോട് കൂലി കൊടുക്കേണ്ടി വരും. നമ്മൾ ഇതേമാതിരി നേരിട്ടെടുക്കുകയെന്ന് വെച്ചാൽ ആ കൂലി കൊടുക്കുന്ന പൈസൻ്റെ ആദായം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കയ്യിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ വെച്ചാൽ റിന്യൂവൽ എടുക്കാൻ വയ്ക്കണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, എന്നാൽ ശരി.